അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. എല്ലാവർക്കും ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. നാം 474 നാമം വരെയാണ് ഇതുവരെ പഠിച്ചത്. ഇന്ന് അതിന് ശേഷമുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. വിശുദ്ധി ചക്രനിലയ ആരക്തവർണ ത്രിലോചന ഖട്വാംഗാദി പ്രഹരണ വദനൈക സമന്വിത. ഈ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്ലോകം വിശുദ്ധി ചക്രനിലയ, വിശുദ്ധി ചക്രനിലയ. അത് കഴിഞ്ഞ് ആരക്തവർണ. ഇത് രണ്ടും കൂടിച്ചേർന്ന് വിശുദ്ധി ചക്രനിലയ ആരക്തവർണ ത്രിലോചന. ത്രിലോചന എന്ന അടുത്ത നാമവും. അപ്പോൾ വിശുദ്ധി ചക്രനിലയ ആരക്തവർണ ത്രിലോചന എന്ന് ചൊല്ലണം. ഖട്വാംഗ ആദി പ്രഹരണ, ഖട്വാംഗ ആദി പ്രഹരണ, ഖട്വാംഗ ആദി പ്രഹരണ വദനൈക സമന്വിത, വദന ഏക സമന്വിത. ഒന്നിച്ച് വദനൈക സമന്വിത. അപ്പോൾ ഖട്വാംഗ ആദി പ്രഹരണ വദനൈക സമന്വിത. അടുത്ത നാമം പായസാന്നപ്രിയ. തുടർന്ന് ത്വക്സ്ഥ പശുലോകഭയങ്കരി അമൃതാദി മഹാശക്തി സംവൃത ഡാകിനീശ്വരി. അപ്പം ഇവിടെ എന്തൊക്കെയാണ് നാമങ്ങൾ വരുന്നത് എന്ന് നോക്കാം. പായസാന്നപ്രിയ, പായസ അന്നപ്രിയ, പായസാന്നപ്രിയ. പിന്നീട് ത്വക്സ്ഥ, ശ്രദ്ധിച്ചുച്ചരിക്കൂ. ത്വക്സ്ഥ, ത്വക്സ്ഥ, ത്വക് സ്ഥ, ഇത് കൂടിച്ചേർന്ന് ത്വക്സ്ഥ. പിന്നീട് പശുലോകഭയങ്കരി, പശുലോകഭയങ്കരി, പശുലോകഭയങ്കരി. അടുത്തത് അമൃതാദി മഹാശക്തി സംവൃത. കൂടിച്ചേർന്നിട്ട് ഒറ്റ നാമം മുറിക്കാതെ ചൊല്ലണം. അമൃതാദി മഹാശക്തി സംവൃത, അമൃതാദി മഹാശക്തി സംവൃത. പിന്നീട് അടുത്ത നാമം ഡാകിനീശ്വരി, ഡാകിനീശ്വരി. പിന്നീട് അനാഹതാബ്ജ നിലയ, അനാഹത അബ്ജ നിലയ ശ്യാമാഭ, ശ്യാമ ആഭ, ശ്യാമാഭ വദനദ്വയ, വദനദ്വയ, വദനദ്വയ എന്ന നാമം. ദംഷ്ട്രോജ്വല, ദംഷ്ട്രോജ്വല, ദംഷ്ട്ര ഉജ്വല കൂടിച്ചേർന്ന് ദംഷ്ട്രോജ്വല. അക്ഷമാലാദിധര, അക്ഷമാല ആദിധര, അക്ഷമാലാദിധര. രുധിര സംസ്ഥിത, രുധിര സംസ്ഥിത, രുധിര സംസ്ഥിത, രുധിര സംസ്ഥിത. അപ്പോൾ ഒന്നിച്ച് അനാഹതാബ്ജ നിലയ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോജ്വലാക്ഷമാലാദിധര രുധിര സംസ്ഥിത. ഇവിടെ ദംഷ്ട്രോജ്വലാക്ഷമാല എന്ന് മുറിക്കരുത്.
ദിധരാരുധിര സംസ്ഥിത അങ്ങനെ ചൊല്ലരുത്. ദംഷ്ട്രോജ്വല അക്ഷമാലാദിധര. ദംഷ്ട്രോജ്വലാന്നും അക്ഷമാലാദിധരാന്നും കൂടിച്ചേർന്ന് ദംഷ്ട്രോജ്വല അക്ഷമാലാദിധര രുധിര സംസ്ഥിത. ദംഷ്ട്രോജ്വല അക്ഷമാലാദിധര രുധിര സംസ്ഥിത എന്ന് വരും. ഇനി അടുത്ത നാമം കാളരാത്ര്യാദിശക്തി ഔഘവൃത. കാളരാത്രി ആദി ശക്ര്യൗഘവൃത. കാളരാത്ര്യാദിശക്തി ഔഘവൃത. സ്നിഗ്ധ ഔദന പ്രിയ. സ്നിഗ്ധ ഓദന പ്രിയ. സ്നിഗ്ധ ഔദന പ്രിയ. മഹാവീരേന്ദ്രവരദ. മഹാവീര ഇന്ദ്രവരദ. മഹാവീരേന്ദ്രവരദ. രാകിണ്യംബാസ്വരൂപിണി. രാകിണി അംബാസ്വരൂപിണി. രാകിണ്യംബാസ്വരൂപിണി. മണിപൂരാബ്ജനിലയ. മണിപൂര അബ്ജനിലയ. മണിപൂരാബ്ജനിലയ. വദനത്രയ സംയുത. വദനത്രയ സംയുത. വജ്രാദിക ആയുധോപേത. വജ്രാദിക ആയുധ ഉപേത. വജ്രാദിക ആയുധോപേത. ഡാമരീയാദിഭിരാവൃത. ഡാമരീയാദിഭി ആവൃത. ഡാമരീയ ആദിഭി ആവൃത. ഡാമരീയാദിഭിരാവൃത. അപ്പോൾ കാളരാത്ര്യാദിശക്തി ഔഘവൃത സ്നിഗ്ധൗദന പ്രിയ. അവിടെയും കാളരാത്ര്യാദിശക്തി ഔഘ വൃതാസ്നിഗ്ധൗദന പ്രിയ അങ്ങനെ ചൊല്ലരുത്. കാളരാത്ര്യാദിശക്തി ഔഘവൃത സ്നിഗ്ധൗദന പ്രിയ ഇങ്ങനെ ചൊല്ലണം. മഹാവീരേന്ദ്രവരദ രാകിണ്യംബാസ്വരൂപിണി. കാളരാത്ര്യാദിശക്തി ഔഘവൃത സ്നിഗ്ധൗദന പ്രിയ. മഹാവീരേന്ദ്രവരദ രാകിണ്യംബാസ്വരൂപിണി. മണിപൂരാബ്ജനിലയ. വദനത്രയ സംയുത. വജ്രാദികായുധോപേത. ഡാമരീയാദിഭിരാവൃത. ഇനി രക്തവർണ മാംസനിഷ്ഠ ഗുഡാന്നപ്രീതമാനസ. രക്തവർണ മാംസനിഷ്ഠ ഗുഡാന്നപ്രീതമാനസ. ഗുഡാന്നപ്രീതമാനസ. സമസ്തഭക്തസുഖദ. അടുത്ത നാമം മുറിക്കരുത്. സമസ്തഭക്തസുഖദ. പിന്നെ ലാകിന്യംബാസ്വരൂപിണി. ലാകിന്യംബാസ്വരൂപിണി. സ്വാധിഷ്ഠാനാംബുജഗത. സ്വാധിഷ്ഠാനാംബുജഗത. സ്വാധിഷ്ഠാന അംബുജഗത എന്നാണ്. സ്വാധിഷ്ഠാനാംബുജഗത അങ്ങനെയല്ല. സ്വാധിഷ്ഠാന അംബുജഗത. സ്വാധിഷ്ഠാനാംബുജഗത. ചതുർവക്ത്ര മനോഹര. ചതുർവക്ത്ര മനോഹര. ചതുർവക്ത്ര മനോഹര. ശൂലാദ്യായുധ സമ്പന്ന. ശൂലാദി ആയുധ സമ്പന്ന. ശൂലാദ്യായുധ സമ്പന്ന. പീതവർണ ഒരു നാമം. അതിഗർവിത അടുത്ത നാമം. ഒന്നിച്ച് വായിക്കുമ്പോൾ പീതവർണാതിഗർവിത. അപ്പം ഇതുവരെ ചൊല്ലിയ ഭാഗം എങ്ങനെ? രക്തവർണ മാംസനിഷ്ഠ ഗുഡാന്നപ്രീതമാനസ സമസ്തഭക്തസുഖദ ലാകിന്യംബാസ്വരൂപിണി. സ്വാധിഷ്ഠാനാംബുജഗത ചതുർവക്ത്ര മനോഹര. ശൂലാദ്യായുധസമ്പന്ന പീതവർണാതിഗർവിത. ഇനി മേധോനിഷ്ഠ എന്ന് തുടങ്ങുന്ന നാമം.
അതുമുതലക്ക് അടുത്ത ദലത്തിൽ കേൾക്കാം. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ.